ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയ ചെടിച്ചട്ടികളും അതുപോലെ തന്നെ വീടിൻ്റെ പുറത്ത് വെക്കാൻ പറ്റിയ ചെടിച്ചട്ടികളും മാറ്റാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ. കാരണമുണ്ട്, നമുക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ എവിടെ പോയി ചെടിച്ചട്ടി വാങ്ങിക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കാരണം ഞാൻ പല ഷോപ്പുകളിൽ പോയപ്പോഴും അവിടെയെല്ലാം നല്ല റേറ്റാണ് ഓരോ ചെടിച്ചട്ടിക്ക്, ഇൻഡോർ ആയിക്കോട്ടെ ഔട്ട്ഡോർ ആയിക്കോട്ടെ. പക്ഷേ എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു, നമ്മൾ ഇന്ന് പോകുന്ന ഷോപ്പിൽ റേറ്റ് കുറവാണ്, നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിൽ പോയിട്ടുള്ള വീഡിയോ എടുക്കാം കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, മാക്സിമം ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഷോപ്പിൽ വന്ന് കണ്ടപ്പോൾ തന്നെ ആദ്യം കണ്ട കാഴ്ചയാണ് നല്ല തരത്തിലുള്ള ഫ്ലവർ പോട്ടുകൾ കേട്ടോ. അതുപോലെ തന്നെ മീൻ വളർത്താനായിക്കോട്ടെ, ആമ്പൽ വളർത്താനായിക്കോട്ടെ, എന്തുകൊണ്ടും നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ബേസിങ് കേട്ടോ. അതുപോലെ തന്നെ വീട്ടിൻ്റെ അകത്ത് ചെടികൾ വെക്കാനുള്ള പോട്ടുകളുണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയ്ക്ക് ഇടയ്ക്ക് കാണിച്ചു തരാവേ. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബേസിൻ, അതൊന്നും ഒട്ടും പറയാനില്ല. കാരണം ഞാനത് എടുത്ത് അതിൻ്റെ സ്ട്രോങ് കട്ടി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങളിത് കണ്ടോ, ഇതാണ് നമുക്ക് വീട്ടിൻ്റെ അകത്തൊക്കെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റൊക്കെ വെക്കാൻ പറ്റുക അനവധി നല്ല ഡിസൈനിലുള്ള പോട്ട്സുകൾ തന്നെയാണ് ഈ കടയിലുള്ളത്. എന്തുകൊണ്ടും ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്നപ്പോൾ തന്നെ എന്തുകൊണ്ടും അതിശയിപ്പിച്ച് കളയുന്ന കാഴ്ചകളാണ് കണ്ടോ. നല്ല രീതിയിലുള്ള നല്ല ഷേപ്പിലും മോഡലിലും ഡിസൈനുകളിലുമുള്ള നല്ല നല്ല പോട്ട്സുകൾ ഇതിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട കേട്ടോ. അതാണ് ഞാൻ കുറച്ച് നേരം ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. കണ്ടോ, ഒരു ജഗ്ഗിൻ്റെ രീതിയിൽ വന്നിട്ട് അതിൽ നമുക്ക് ചെടി വയ്ക്കാൻ പറ്റുമെന്നേ. ഇത് കണ്ടോ, എന്താ പറയുക, നല്ല കറുത്ത കളറിൽ നല്ല അടിപൊളിയായിട്ട്. ഞാൻ അതുകൊണ്ടൊന്ന് സെൽഫി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ വിത്തുകളുമുണ്ട്, നല്ല തരത്തിലുള്ള വിത്തുകൾ. തക്കാളി എന്ന് പറയുമ്പോൾ തന്നെ പല വെറൈറ്റിയുള്ള തക്കാളി, വഴുതനം എന്ന് പറയുമ്പോൾ പല വെറൈറ്റിയുള്ള വഴുതനം, ഈ പയറായിക്കോട്ടെ കത്തിരി ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ ഒരു വെറൈറ്റി മാത്രമല്ല പല പല വെറൈറ്റികളും ഈ കടയിലുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഈ കടയുടെ പേര് കേട്ടോ, അജോ അഗ്രോ ഫ്ലവർ പോട്ട് ഷോപ്പ്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചെടിച്ചട്ടിയെല്ലാം മേടിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പുറകിൽ അങ്ങ് കാണുന്നതാണ് ചെടിച്ചട്ടി. നിങ്ങൾക്ക് അതിൻ്റെ ഫുള്ളായിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചെടിച്ചട്ടിയെല്ലാം മേടിച്ചായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. ഇതാണ് കേട്ടോ ചെടിച്ചട്ടി എന്ന് പറയുന്നത്. അത്യാവശ്യം തരക്കേടില്ലാതെ നല്ല ക്വാളിറ്റിയുള്ള ചെടിച്ചട്ടി തന്നെയാണിത്. നമുക്കിത് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ചെടിച്ചട്ടിക്ക് 20 രൂപയാണ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഏകദേശം 50 ചെടിച്ചട്ടി ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ തന്നെ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച ചെടിച്ചട്ടി. എന്തുകൊണ്ടും തരക്കേടില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ചെടികളൊക്കെ വെക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഫ്രണ്ട്സ്, നമ്മൾ വാങ്ങിച്ചത് 50 ചെടിച്ചട്ടിയാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ച ചെടിച്ചട്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ്. അതുപോലെ തന്നെ 16 രൂപ മുതൽ അവിടെ ചെടിച്ചട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എന്തുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ചെടിച്ചട്ടി തന്നെയാണ് ഈ 16 രൂപയ്ക്കുള്ളതെന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ സംഭവം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, നമ്മൾ ചെടിച്ചട്ടിയുടെ അടിയിൽ വെള്ളം തങ്ങി നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഞാൻ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇതിൻ്റെ MRP വന്നിട്ട് 8 രൂപയാണ് ഈ സൈസിന് ആയിട്ടുള്ളത്. എന്തുകൊണ്ടും നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കുമ്പോഴും, എന്തുകൊണ്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്താലും എന്തുകൊണ്ട് നല്ലത് തന്നെയാണ് ഈ പ്ലേറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മളിങ്ങനെ പ്ലേറ്റിൻ്റെ പുറത്ത് ഈ പോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇതിൻ്റെ അടിയിൽ വന്ന് തങ്ങി നിൽക്കത്തേ ഉള്ളൂ. നമ്മൾ ടെറസിൻ്റെ വരെ വെച്ചാലും കേടാകത്തില്ല, വീട്ടിൻ്റെ അകത്ത് വെച്ചാലും തറയൊന്നും കേടാകത്തില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചത്. ഞാൻ വഴുതനയുടെ വെറൈറ്റിയാണ് കേട്ടോ വാങ്ങിച്ചത്. ചുവന്ന വഴുതന, അതുപോലെ തന്നെ വയലറ്റ് ഉണ്ട വഴുതന, ഇതൊക്കെ എന്ന് പറയുന്ന ഒരു രസമാണ് കേട്ടോ. വെള്ള വഴുതന ഇങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഒരു സ്റ്റൂള് മേടിച്ചായിരുന്നു. എല്ലാ പ്ലാസ്റ്റിക്കിൽ വരുന്ന പല സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ വാങ്ങിച്ചാണ് ഈ സ്പ്രേ എന്ന് പറയുന്നത്. കുട്ടിക്കാലത്ത് നമ്മൾ പിള്ളേരെയൊക്കെ അടിച്ച് കളിക്കാൻ വേണ്ടി വാങ്ങിക്കത്തില്ലേ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ തോക്കിൽ വെടിവെക്കുന്നത് പോലെ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ. നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് പൂവച്ചിൽ നിന്ന് ആര്യനാട് പോകുന്ന റൂട്ടാണ് കേട്ടോ. ബാക്കി ലൊക്കേഷൻ എല്ലാം ഞാൻ വീഡിയോയിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി, അവരെല്ലാം പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.